എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം ഓഗസ്റ്റ് 24, 2024 മോദിയുടെ ഗവൺമെൻറ് പാർലമെൻറ്റ് വിളിച്ച് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. എതിർ അഭിപ്രായങ്ങളൊന്നും ഇല്ലാതെ ഏകപക്ഷീയമായിട്ട് അത് ബില്ല് പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രാബല്യത്തിൽ വരാൻ പോണത് അടുത്ത വർഷം 2025 ഏപ്രിൽ 1 പുതിയതായിട്ട് തുടങ്ങുന്ന ഫിനാൻഷ്യൽ ഇയർ തൊട്ടിട്ട് ആ പെൻഷൻ സ്കീം അപ്ലൈ ആവും എന്നുള്ള രീതിക്കൊരു ന്യൂസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ആൾട്ടർ ചെയ്യാം എന്നുള്ള രീതിക്കൊക്കെ ഒരു ന്യൂസ് കേട്ടു. അപ്പോൾ പലവർക്കും ഈ എന്താണ് യുണൈറ്റഡ് അല്ലെങ്കിൽ യൂണിഫൈഡ് പെൻഷൻ സ്കീം അല്ലെങ്കിൽ UPS എന്നൊക്കെ ആയിരിക്കും കൂടുതൽ കേട്ടു. എന്താണ് UPS എന്നൊക്കെ വലിയ രീതിക്ക് അറിയാത്ത ആൾക്കാരാണ്. പക്ഷേ അതിന് മുമ്പ് ഈ UPSൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന 2 ടൈപ്പ് ഓഫ് പെൻഷൻ സ്കീമുണ്ട്. ഒന്ന് ഓൾഡ് പെൻഷൻ സ്കീം എന്ന് പറയും, OPS എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓൾഡ് പെൻഷൻ സ്കീം എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ച് പറഞ്ഞാൽ നമ്മൾ കോൺട്രിബ്യൂഷൻ, അതായത് സാലറി ലാസ്റ്റായിട്ട് എത്രയാണോ സാലറി വാങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ റിട്ടയർഡൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ചിലതൊക്കെ പ്രൊമോഷനോടെയൊക്കെ റിട്ടയർഡ് ആവുക എന്നൊക്കെ പറയും. എന്നിട്ട് ഒരു മാസം വരുന്ന ഒരു മാക്സിമം സാലറി, അതായത് ഓൾമോസ്റ്റ് അവർക്കൊരു 50,000 സാലറി ഉള്ളവർ ലാസ്റ്റ് മന്തിൽ പ്രൊമോഷനായിട്ട് അവർക്കൊരു 1 lakh സാലറി ആക്കിയിട്ട് അതിൻ്റെ 50% എത്രയാണോ ലാസ്റ്റിൽ അവർക്ക് സാലറി കിട്ടുന്നത് അതിൻ്റെ 50% പെൻഷനായിട്ട് കൊടുക്കുന്ന ഒരു സ്കീമായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ അവരുടെ കാലശേഷം അതേ പെൻഷൻ എമൗണ്ട് അവരുടെ നോമിനി ആയിട്ടുള്ള വൈഫിനായിട്ട് ഫാമിലി പെൻഷൻ പോലെ കൊടുക്കുന്ന ഒരു സ്കീമാണ് ഈ ഓൾഡ് പെൻഷൻ സ്കീം. ഇത് ഒരുപാട് രീതിക്ക് ആൾക്കാർ ചൂഷണം ചെയ്യണോ ഇല്ലെങ്കിൽ ഒരുപാട് പൈസ പെൻഷനായിട്ട് കൊടുക്കണോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത് ഗവൺമെൻറ് അതിലൊരു സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് NPS എന്ന് പറയുന്നത് നാഷണൽ പെൻഷൻ സ്കീം എന്നൊരു സ്കീം കൊണ്ടുവന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ, ഇപ്പോൾ OPSലാണെങ്കിൽ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. സാലറിയിൽ നിന്ന് അവസാനം എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ സാധനം കൊടുക്കും, പ്ലസ് ഗ്രാജുവേറ്റി ഒരു എമൗണ്ട് കൊടുത്തിട്ടൊക്കെയാണ് അവർ കൊടുക്കും. NPS എന്നൊരു കാറ്റഗറി വരുന്ന സമയത്ത് എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് ഒരു 10% ഷെയർ, അതായത് അവരുടെ സാലറിയിൽ നിന്ന് ഒരു 10% കോൺട്രിബ്യൂഷനും അവരുടെ സാലറിൻ്റെ ഒരു 14% സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ഷെയറായിട്ട് കൊടുത്തിട്ട് ആ ഒരു എമൗണ്ട് നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് പോലെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് ഒരു മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഇവർ 10, 20, 30 കൊല്ലം സർവീസ് കഴിയുന്ന സമയത്ത് അവർക്ക് എന്താണോ ആനുറ്റി ഫിഗർ എന്ന് പറയുന്നത്, ആനുറ്റി ഫിഗർ പറയുന്നത് ഇവർ ഇൻവെസ്റ്റ് ചെയ്തതും പ്ലസ് ബോണസും ഇതിൻ്റെ ലാഭവും എല്ലാം കൂടി കിട്ടുന്ന ഒരു എമൗണ്ട് ഒരു ആനുറ്റി ഫിഗർ എന്ന് പറയും. ആ ആനുറ്റി ഫിഗറിൻ്റെ ഇത്ര രൂപ വെച്ചിട്ട് അവർക്ക് അത് ഡിവൈഡഡ് സംതിങ് ഒരു ആവറേജ് ഒരു 7% കാൽക്കുലേഷൻ വെച്ചിട്ട് അവർക്ക് എല്ലാ വർഷവും കൊടുക്കുന്ന പോലെ ഒരു പ്ലാൻ ഉണ്ട്. അതേപോലെ ഫാമിലി പെൻഷൻ വരുന്ന സമയത്ത് ഇവർക്ക് എന്ത് സംഭവിക്കും വെച്ച് പറഞ്ഞാൽ ഇവരുടെ മരണശേഷം ആ ആനുറ്റി എമൗണ്ട് എത്രയുണ്ടോ ഒരു ഫിഗർ അവിടെ ഉണ്ടാവുമല്ലോ, ബൾക്കായിട്ട് ഒരു 50 ലക്ഷം 30 ലക്ഷം ഉണ്ടാവും. ആ ആനുറ്റി ഫിഗർ ഇവരുടെ നോമിനി ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കുന്നത് NPS ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സാലറി കോൺട്രിബ്യൂഷനും ഉണ്ട്, എന്നാൽ എല്ലാവർക്കും റെഗുലർ ഒരു പെൻഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിന് വലിയ ലാഭമായിട്ടുള്ള കാര്യമാണ്. എന്താ പറയുക, ഒരുപാട് പൈസ പെൻഷന് വേണ്ടി കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളത്. എന്താ പറഞ്ഞാൽ ആ കിട്ടുന്ന ആനുറ്റീൻ്റെ ആണല്ലോ ഷെയർ. ഇപ്പോൾ യൂണിഫൈഡ് പെൻഷൻ സ്കീം കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് എംപ്ലോയീസും ഇല്ലെങ്കിൽ സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെയൊക്കെ ഒരുപാട് പ്രഷർ കാരണം അവർക്ക് ഗവൺമെൻറ്റിന് സസ്റ്റെയിൻ, എന്താ പറയുക, ഗവൺമെൻറ് ജോബിൻ്റെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു പെൻഷൻ കിട്ടും, സേഫാണ്, സെക്യൂർഡാണ്, കാലശേഷം അവർക്കൊരു വലിയൊരു എമൗണ്ട് കിട്ടും. ഇല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ശമ്പളം അത് കഴിഞ്ഞാൽ പെൻഷൻ 50% എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അട്രാക്ഷൻ ആയിരുന്നു സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബിനൊക്കെ. അത് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ കുറേ പേർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് UPS എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെ. പക്ഷേ ഈ OPSനും NPSനും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ OPSൽ എന്നാൽ ലാസ്റ്റ് മന്ത് എന്താണോ നിങ്ങൾ സാലറി വാങ്ങിയത് അതിൻ്റെ 50% കൊടുത്തു എന്നുണ്ടെങ്കിൽ UPSലേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും വെച്ച് പറഞ്ഞാൽ അവസാനത്തെ 12 മാസം സാലറി എടുക്കും. അതായത് പെട്ടെന്നൊന്നും ഒരു പ്രൊമോഷൻ കിട്ടി എന്ന് സാലറി ഹൈക്ക് വന്നു, ആ ഹൈക്ക് എടുക്കില്ല. ഈ 12 മാസം സാലറി ആവറേജ് ടോട്ടൽ ചെയ്തിട്ട് ഡിവൈഡർ ബൈ 12 കൊടുക്കുമ്പോൾ ഒരു ഫിഗർ കിട്ടും. അപ്പോൾ ആദ്യത്തെ മാസം 50,000 വാങ്ങിയിട്ട് ചിലപ്പോൾ അവസാനത്തെ മാസം 1 ലക്ഷം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കില്ല. മൊത്തത്തിൽ കൂട്ടിയിട്ട് അതിൻ്റെ ഡിവൈഡർ ബൈ 12 ആവറേജ് എടുത്തിട്ട് അതിൻ്റെ 50% അവർക്ക്. ഇപ്പോൾ 80,000 രൂപയാണ് അവർക്ക് വരുന്നുണ്ടെങ്കിൽ 40,000 രൂപ അവർക്ക് പെൻഷൻ കിട്ടുന്ന പോലത്തെ ഒരു സ്കീമാണ് ഇപ്പോൾ UPSൽ കൊണ്ടുവരുന്നത്. അത് 25 വർഷങ്ങൾക്ക് മുകളിൽ വർക്ക് ചെയ്തിട്ട് റിട്ടയർഡ് ആയവർക്ക് മാത്രമേ ഈ ഒരു ആനുകൂല്യം ഉള്ളൂ എന്നുള്ളതുണ്ട്. 10 വർഷത്തിൽ ലാസ്റ്റ് ഏജിലൊക്കെ പോയിട്ട് സർവീസിൽ കയറിയിട്ട് റിട്ടയർഡ് ആവുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതൊന്നും ഇനി നടക്കില്ല. 25 വർഷം അവർ സ്റ്റേബിളായിട്ട് ഗവൺമെൻറ് സർവീസിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു 50% എലിജിബിലിറ്റി വരുള്ളൂ എന്നുള്ളതാണ്. അവർക്ക് ഇതേപോലെ ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് മുമ്പ് അങ്ങനെ OPSലും NPSലും ആ ഫിഗർ കൊടുക്കുമെങ്കിൽ ഇവിടെ അങ്ങനെ കൊടുക്കില്ല. ഇപ്പോൾ എക്സാമ്പിൾ 80,000 പറയുമ്പോൾ 40,000 കൊടുക്കുന്നത്, ആ 40,000ൻ്റെ 60% എത്രയാണോ
അപ്പോൾ ആ പൈസയായിരിക്കും അവരുടെ ഫാമിലിക്ക് അവിടെ നിന്ന് ഫാമിലി പെൻഷനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് UPSൻ്റെ ഫസ്റ്റ് ഒരു അട്രാക്ഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് 10 വർഷം വരെയൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് മിനിമം അവിടെ സാലറി ഒന്നും വർക്കൗട്ട് ആവില്ല. അവർക്ക് മിനിമം ഒരു 10,000 റുപ്പീസ് 10 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ, അല്ലെങ്കിൽ 18-25-നുള്ളിലാണ് അവർക്കൊരു എക്സ്പീരിയൻസ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും തന്നെ കോമൺ ആയിട്ട് ഒരു പെൻഷൻ, മിനിമം പെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 രൂപ ഒരു മിനിമം പെൻഷൻ കൊടുക്കുക എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. പിന്നെ എല്ലാവർക്കും പെൻഷൻ ആക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ 2-3 വർഷമൊക്കെ വർക്ക് ചെയ്തിരിക്കും ചെറിയൊരു മിനിമൽ പെൻഷൻ എത്രയാണെന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടില്ല, അത് വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് UPSൻ്റെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 14% NPSൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 18.5% ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ 10% തന്നെ, അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇത് എത്ര ആൾക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 90 ലക്ഷം സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിട്ടുള്ള എംപ്ലോയീസിനും ഇത് ഗുണം ചെയ്യും. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫായിട്ട് 23 ലക്ഷം ആൾക്കാർക്ക്, ഓൾമോസ്റ്റ് 1,13,00,000 പേർക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സർവേ വരുന്നത്. സർക്കാർ ഈ 14%-ന് 18% ആവുന്ന സമയത്ത് അധിക ഭാരമായിട്ട് വരുന്നത് 6,000 കോടി രൂപയാണ്. ഇതിലേക്ക് മാത്രമായിട്ട് ഓരോ വർഷവും ഇനി മാറ്റി വെക്കേണ്ടതായിട്ടുള്ള സർവേ വരുന്നത്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് പലവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ടെൻഷൻ എന്നത്, സാധാരണ ജനങ്ങളും ടാക്സ് കൊടുത്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അവരും കഷ്ടപ്പെട്ട് കോർപ്പറേറ്റ് കമ്പനിയോ IT-യോ പ്രൈവറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതുവരെ പെൻഷൻ ഇല്ല. പക്ഷേ ഇവർ ഓൾറെഡി അവർക്ക് സേഫ് സോണിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് വലിയ പ്രഷറോ കാര്യങ്ങളോ ടാർഗറ്റോ ഒന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ട് അവർ വർക്ക് ചെയ്ത് പോകണം. വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹ്യൂജ് എമൗണ്ട് പെൻഷൻ കൊടുക്കുന്നത് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഈ ഇറിറ്റേഷൻ ആയിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ് മൊത്തത്തിൽ ന്യൂസ് കാണുമ്പോൾ. ഒന്നിനും മെറിറ്റും ഡീമെറിറ്റും പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റെ ഒരു ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ പ്രൈവറ്റ് സെക്ടറിന് അത് വളരെ ഒരു ദോഷം. എന്താ പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിന് ടാക്സിൻ്റെ ഒരു വീതമാണ് ഇവർക്കൊക്കെ പെൻഷനായിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. എന്താ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാലറിയിൽ ഓൾറെഡി പ്രൈവറ്റ് ഫേമിൽ ടാക്സ് കട്ട് ചെയ്യുന്നുണ്ട്. ITR ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സംഷൻ മുകളിൽ പോകണം, അതിനും ടാക്സ് കട്ടണം. ഓരോ പ്രോഡക്റ്റ് സാധനങ്ങളെല്ലാം വാങ്ങണം, ടാക്സ് കെട്ടവും വേണം. എന്നിട്ട് ഈ ടാക്സ് എല്ലാം എടുത്തിട്ട് സർക്കാർ ജോലിയിൽ ആനന്ദമായിട്ടില്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന കുറേ ആൾക്കാർക്ക്, ഒരു പണിയും എടുക്കാതെ കുറേ ആൾക്കാർക്ക് പെൻഷനായിട്ട് കൊടുക്കണോ എന്നുള്ളൊരു വിമർശനം കൂട്ടിയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഇനിയിപ്പോൾ അതിന് പ്രൈവറ്റ് സെക്ടറിന് എന്തായാലും പെൻഷൻ കൊടുക്കാൻ സാധ്യതയില്ല. പക്ഷേ അങ്ങനെയുള്ളവർക്കാണ് NPS എന്നൊരു സ്കീം കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കും പെൻഷനാണ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി, ഇപ്പോൾ ഗവൺമെൻറ് സാലറി കട്ട് ഓഫ് ചെയ്യുന്നത് 10%, സെൻട്രൽ ഗവൺമെൻറ് 18% നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറിയിൽ 10% നിങ്ങൾക്ക്, അപ്പോൾ എത്രയാണോ നിങ്ങളുടെ സാലറി അതിൻ്റെ ഒരു 10% ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് NPS സ്കീം, എല്ലാ ഇൻഷുറൻസ് കമ്പനിയിലും NPSൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നാഷണൽ പെൻഷൻ സ്കീമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് നിങ്ങൾ ഇവിടെ തന്നെ റെഗുലറായിട്ട് അടച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ റിട്ടയർഡ് ആവുന്ന സമയത്ത്, നിങ്ങൾക്ക് ഗവൺമെൻറ് റിട്ടയർഡ് ആണ് 59 വയസ്സാണെങ്കിൽ പ്രൈവറ്റായിട്ട് നിങ്ങൾ ഇതേപോലെ NPSൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 45 വയസ്സോട്ട് വെസ്റ്റിംഗ് ഏജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 45 വയസ്സോട്ട് തന്നെ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ മാസം കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ഇയർലി, ഹാഫ് ഇയർലി, ക്വാർട്ടർലി, സിംഗിൾ പേയ്മെൻ്റ് ആയിട്ട് നിങ്ങളടുത്ത് പെട്ടെന്നൊരു സ്ഥലം എന്തെങ്കിലും വിറ്റൊരു 50 ലക്ഷം ഉണ്ട്, ഈ 50 ലക്ഷം സിംഗിൾ പ്രീമിയമായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് അതിൻ്റെ 7% നിങ്ങൾക്ക് എല്ലാ വർഷവും നിങ്ങൾക്ക് പെൻഷനായിട്ട് കിട്ടുന്നു. ലൈഫ് ലോങ് പെൻഷൻ കിട്ടും. അത് കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ 50 ലക്ഷം രൂപ നിങ്ങളുടെ നോമിനിക്ക് കൊടുക്കുന്ന പോലത്തെ സ്കീമുകളൊക്കെ ഇപ്പോൾ NPSലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും മൂവ് ചെയ്തപ്പോൾ എല്ലാം ഗവൺമെൻറ് ചെയ്യണം എന്നുള്ള രീതിക്ക് നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യാതെ നമ്മളും ഇതേപോലെ പല പല ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഇതേപോലെ പെൻഷൻ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് പെൻഷൻ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ UPS എന്താണെന്ന് അറിയാത്തില്ലെങ്കിലും എല്ലാവരും UPS കേട്ട് കൺഫ്യൂസ് ആവുന്നവർക്ക് ഇതിലും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നു. മാത്രം വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.